രാജേഷ് ജയിക്കാനാണ് സാധ്യത. ആള് നല്ല വികസനമൊക്കെ കൊടുക്കുന്നുണ്ട്. LDF ജയിക്കാനാണ് സാധ്യത. BJP ജയിക്കണം. ജയിക്കും. ഇത്തവണത്തെ ഇലക്ഷനിൽ രണ്ടു കൂട്ടക്കാരും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വന്നു. ആര് ജയിക്കുന്നു പറയാൻ സാധ്യത വളരെ കുറവാണ്. ആര് ജയിക്കുന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. തൃത്താലയിൽ ഉണ്ണികൃഷ്ണൻ മാഷ് ജയിക്കാനാണ് സാധ്യത. ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഞങ്ങളുടെ ഇവിടുത്തെ ബൽറാം രാജേഷ് ജയിക്കാനാണ് മാക്സിമം സാധ്യത. രാജേഷ് വെറും രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കപ്പുറം വികസനം അളവുകോലാക്കി നാട് വോട്ട് രേഖപ്പെടുത്തുന്ന ഈ വേളയിൽ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും? ചോദിച്ചറിയാം നമുക്ക് നേരിട്ട് തന്നെ. ഇത്തവണ കേരളത്തിൽ മൊത്തത്തിലൊരു LDF തരംഗം ഉണ്ടാവാനാണ് സാധ്യത. തൃത്താലയിൽ ഭയങ്കര കട്ടക്ക് മത്സരമാണ്. ഒരു 4000 ചില്ലറ വോട്ടിൻ്റെ 4000 വോട്ടിൻ്റെ 3500-4000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം രാജേഷ് ജയിച്ചത്. ഇപ്രാവശ്യം ചിലപ്പോൾ ഭയങ്കര കട്ടക്ക് മത്സരമാകാൻ സാധ്യത. LDF തന്നെ വരാനാണ് ഇപ്പോൾ സാധ്യത. ഇവിടെ 3-4 സ്ഥാനാർത്ഥികളൂടെ മത്സരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഒരു മൂന്നാമത്തെ ഒരു ടൈമിൽ LDF കേരളത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാൻ LDF അല്ല, ഞാനൊരു ഇതിലൊന്നും പെടാത്ത ഞാനൊരു പ്രവർത്തകനാണ്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു CPM-കാരനോ അല്ല. ഞാനൊരു വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് LDF സാധ്യത മൂന്നാമത് കാണുന്നുണ്ട്. ചേച്ചി തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ, ഇത്തവണ തൃത്താലയിൽ എങ്ങനെയാ ആര് ജയിക്കാനാണ് സാധ്യത? MP രാജേഷിനെ ജയിക്കുള്ളൂ. കാരണം രാജേഷാണ് ഇവിടെ എല്ലാ പുരോഗതിയും ഒക്കെ ഉണ്ടാക്കിയത്. വികസനത്തിന്റെ തൃത്താലാക്കി മാറ്റിയതൊക്കെ MP രാജേഷിനാണ്. UDF സ്ഥാനാർത്ഥി 2 പ്രാവശ്യം ജയിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ബൽറാം തോൽക്കും. ആര് ജയിക്കാനാണ് സാധ്യത ചോദിച്ചാൽ ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ പറയാം. രാജേഷ് കാരണം എന്താ? കഴിഞ്ഞ പ്രാവശ്യത്തെ വികസനത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിൻ്റെ വികസനം ഉണ്ടായല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജേഷ്. ചേട്ടാ, ഇത്തവണ തെരഞ്ഞെടുപ്പ് തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? അടുത്ത വർഷം തന്നെ ജയിക്കും. ചേട്ടന്റെ പ്രതീക്ഷയിൽ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? തൃത്താലയിൽ ഉണ്ണികൃഷ്ണൻ മാഷ് ജയിക്കാനാണ് സാധ്യത. കാരണം തൃത്താല മണ്ഡലത്തിൽ ഇവർ രണ്ട് മുന്നണികളും പരസ്പരം മാറി മാറി നിന്ന് ഓരോരോ വിഘടനവാദങ്ങളും അതും ഉണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്കിപ്പോൾ ഒരു ബോധ്യം വന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ മാഷെ ഒന്ന് ജയിപ്പിക്കണം എന്നുള്ള ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി അവിടെ ഉള്ള ആൾക്കാരെ തന്നെ വോട്ട് മാഷൊക്കെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ചേട്ടാ, ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ 2 സ്ഥാനാർത്ഥി വളരെ സ്ട്രോങ് ആണ്. പിന്നെ സാധാരണഗതിയിൽ ഇവിടെ BJPക്ക് സ്ഥാനാർത്ഥി കുറച്ച് വീക്കായിട്ട് വരാറ്, പക്ഷേ ഇപ്പോഴും അവരുടെ സ്ഥാനാർത്ഥി വളരെ സ്ട്രോങ്. അതുകൊണ്ട് BJP അവരെ മാക്സിമം വോട്ട് പിടിക്കും, മനസ്സിലാവുന്നുണ്ട്. പിന്നെ SDPക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കി കാണുമ്പോൾ MP രാജേഷ് മുന്നിലേക്ക് വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് നമ്മൾ പറഞ്ഞു, സത്യത്തെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാ സ്കൂളുകൾ, റോഡുകൾ, ക്ഷേമ പെൻഷൻ, അങ്ങനെ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രീയപരമായി നോക്കും എനിക്ക് തോന്നുന്നത് ഇവിടെ MP രാജേഷ് ആണ്. ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന തോന്നുന്നേ? രാജേഷ്. കാരണം എന്താ? കാരണം വെച്ചാൽ അയാളുടെ നല്ല പ്രവർത്തനമാണ്. ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല, പക്ഷെ രാജേഷ് ജയിക്കുള്ളൂ. കാരണം ഇപ്പോൾ ആര് ജയിച്ചു വന്നാലും നമ്മൾ കൊടുക്കണം, നികുതി കൊടുക്കണം, എല്ലാം കൊടുക്കണം. അത് ഏത് ഇത് വന്നാലും ശരി. ഞങ്ങൾക്ക് 10 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് രാജേഷിന് ജയിക്കും. ചേട്ടാ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? ബൽറാം ജയിക്കും. കാരണം ബൽറാം പല വികസനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ അവള് MLA ആയിരുന്നു. പല വികസനങ്ങളെ കൊടുത്തിട്ടുണ്ട്. റോഡിൻ്റെ പണിയായാലും സ്കൂൾ പരമായിട്ടും ഒക്കെ ആളെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ബൽറാമ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 100% ആളെ ജയിക്കും. ചേട്ടാ, ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? സാധ്യത രാജേഷ്. കാരണം എന്താ? കാരണം വികസനം, അതന്നെ, പിന്നെ പെൻഷൻ, എല്ലാ കാര്യങ്ങളൊക്കെ. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? രാജേഷ് ജയിക്കും. കാരണം എന്താ? കാരണം വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ക്ഷേമ പെൻഷൻ, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ശരാശരി കോൺഗ്രസ്സുകാരെ പറഞ്ഞ കാലത്ത് ഒന്നും കിട്ടിയിരുന്നില്ല. 100 പെൻഷൻ തരാൻ സാധിക്കാത്ത ആൾക്കാരാണ് 3000 പെൻഷനും വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? രാജേഷാണ്. കാരണം കുറച്ച് വികസനമൊക്കെ ഉണ്ട്. BJP ജയിക്കണം. കാരണം കാരണം വികസനം വേണം. കാരണം 2 ആൾക്കാരും ഇത്ര വർഷം ഭരിച്ചില്ലേ. BJP ഭരിച്ചാലും അവിടെ നാട് നേരവും. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാണ് സാധ്യത? LDF ജയിക്കാനാണ് സാധ്യത.
നിസ്സാര വോട്ടിനാവും ഉണ്ടാവുക. അധികം ബൽറാമിനും ചാൻസ് ഉണ്ട്, LDF-ന്. പിന്നെ LDF ഇവിടെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 8-9 പരിപാടിയുടെ മാഗസിൻ്റെ ഒക്കെ കണ്ടുവന്നിട്ടുണ്ട്. അവർ പ്രവൃത്തി ചെയ്തതാണ് പറയുന്നത് LDF. പക്ഷെ ബൽറാം പണ്ട് കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വ്യത്യാസമുണ്ട്. LDF എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തതാണ് നമുക്ക് മാഗസീനിലൂടെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ചാത്തന്നൂർ സ്കൂൾ നേരെയാക്കി, വട്ടനാട് സ്കൂൾ നേരെയാക്കി, കുറേ കാര്യങ്ങൾ LDF ഇവിടെ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ. ബൽറാം എന്താ വെച്ചാൽ അതിൻ്റെ മുമ്പുള്ള തൃത്താല റെഗുലേഷൻ പദ്ധതി, അങ്ങനെ കുറേ പദ്ധതികൾ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്നതിൻ്റെ 10 കൊല്ലം മുമ്പേ ആ ചെയ്ത കാര്യങ്ങളാണ് ബൽറാം പറയുന്നത്. പിന്നെ BJPയുടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് അയാൾ. കാരണം ഒരു നല്ല സൽസ്വഭാവമുള്ള ഒരാളാണ്, ഒരു കറപ്ഷൻ ഇല്ലാത്ത ആളാണ്. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപിയുടെ PA ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. നല്ലൊരു കാൻഡിഡേറ്റാണ് ഉണ്ണീഷൻ മാസ്റ്റർ. അതാണ് എനിക്കിതിനെപ്പറ്റി പറയാം. എന്തായാലും MP രാജേഷ് ജയിക്കണം എന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എനിക്ക് വേണ്ട മറ്റെന്താ പ്രധാനമന്ത്രി പൈസ, അങ്ങനെയുള്ള പൈസകളുടെ ഇതൊക്കെ ഉണ്ടാവും, ശരിയാക്കി തന്ന അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കാരണം. ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഞങ്ങളുടെ ഇവിടുത്തെ ബൽറാം MLA. കാരണം ഞങ്ങളുടെ ഇവിടെ കണ്ടമാനം വികസനം കൊടുക്കുന്നുണ്ട്. 10 കൊല്ലം ഇവിടെയാണ് ഇവിടെ വികസനം കൊടുക്കുന്ന ആൾ. MP രാജേഷ് ഒരു വികസനം ഇവിടെ കൊടുത്തിട്ടില്ല. തിരുമറ്റൂർ പഞ്ചായത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഭരണം മാറണം. നമുക്ക് എത്ര കഴിച്ചാലും, ഏത് ബിരിയാണി കഴിച്ചാലും നമുക്ക് 3 വട്ടം കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരുമല്ലോ. അതാണ് ഇപ്പോൾ നമ്മളത്. ബൽറാം വരണമെന്നാണ്. കാരണം ഒരുപാട് വികസനങ്ങൾ ബൽറാമിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടാ, ഇപ്പൊ ഇലക്ഷനൊക്കെ എടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? ഇത്തവണത്തെ ഇലക്ഷനിൽ രണ്ടു കൂട്ടക്കാരും നല്ല ടൈറ്റായിട്ട് തന്നെ പോകുന്നു. ആര് ജയിക്കുന്നു പറയാൻ സാധ്യത വളരെ കുറവാണ്. ആര് ജയിക്കുന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോകും. അത്ര ടൈറ്റായിട്ടാണ് പോകും. തൃത്താലയിൽ പ്രാവശ്യം ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. രണ്ട് മുന്നണികളും പറഞ്ഞു പറ്റിച്ചിട്ട് 5 വർഷം മറ്റേ രാജേഷും 10 വർഷം ബൽറാമും പറഞ്ഞു പറ്റിച്ചതിൻ്റെ ജനങ്ങൾ കംപ്ലീറ്റ് നിഷ്പക്ഷമായിട്ട് ഇനി അടുത്തത് ഉണ്ണീഷൻ മാഷക്ക് ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ സംസാരങ്ങളും എല്ലാം. പിന്നെ അതേപോലെ തന്നെ ഇത്ര 2 മുന്നണികളും വർക്ക് തുടങ്ങി. ആദ്യം തീരുമാനിച്ച സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഉണ്ണീഷൻ മാഷും ഒപ്പത്തിന് കടപിടിക്കുന്ന ഒരു മത്സരത്തിൻ്റെ ഇതിലേക്ക് തൃത്താല സംസ്ഥാനത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി മാറും എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ചേച്ചി, ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തല്ലോ. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? നമുക്ക് രാജേഷ് ജയിക്കാനും ഇഷ്ടം. കാരണം എന്താ? എല്ലാ സഹായങ്ങളും ചെയ്യണ കാരണം. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? MP രാജേഷ് ജയിക്കാനാണ് മാക്സിമം സാധ്യത. MP രാജേഷ് ജയിക്കാനാണ് സാധ്യത. ആള് നല്ല വികസനമൊക്കെ കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ലൊരാളാണ്. പിന്നെ എന്താ MP രാജേഷിനെ ജയിക്കും. ബൽറാം ജയിക്കുന്നുള്ളതാണ്. ചേട്ടന് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും VT ബൽറാം തിരിച്ചു വരുന്നതാണ് നമ്മളെ അഭിപ്രായം. തൃത്താലയിൽ LDF ജയിക്കും. കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ LDF ജയിക്കണം. പിന്നെ എന്താ വെച്ചാൽ മാറ്റങ്ങൾ കുറേ കൊല്ലം കൂടുമ്പോൾ എത്ര കോരി വാരി കൊടുത്താലും ആ പാർട്ടി പരാജയപ്പെടും. ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ബൽറാം ജയിക്കും. കാരണം എന്താ? കാരണം ഞങ്ങൾക്ക് ഒരു മാറ്റം ചേഞ്ചിങ് വരണം, മനസ്സിലായ? അപ്പോൾ അയാൾ വന്നാൽ ഞങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ. കോൺഗ്രസ് വെച്ചിട്ട് 10 കൊല്ലപ്പോൾ ഇത് വെച്ചല്ലോ. ഇവിടെ നോക്കട്ടെ. ബൽറാം ജയിക്കും. ബൽറാം ജയിക്കണം. തൃത്താല മണ്ഡലം കേരളത്തിലുണ്ടെന്ന് പുറം ലോകത്തെ അറിയിച്ച MLA ആണ് VT ബൽറാം. 11 മൂപ്പര് ഭരിച്ച ആ 10 കൊല്ലം UDF ഭരണകാലത്തുണ്ടായിരുന്ന 5 വർഷം ആണ് തൃത്താല മണ്ഡലത്തിൽ വികസനത്തിൻ്റെ പെരുമഴ പെയ്തത്. അപ്പോൾ ഇനിയും ആ പെരുമഴ പെയ്യണം എന്നാണ് തൃത്താലക്കാരുടെ ആഗ്രഹം. അതുകൊണ്ട് VT ബൽറാം ജയിക്കണം. VT ബൽറാം ബെസ്റ്റ്. ചേട്ടാ, ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? രാജേഷ് ജയിക്കും. കാരണം എന്താ? കാരണം പല കാര്യങ്ങളും കൂടെ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ, വഴിയുടെ കാര്യം, പെൻഷന്റെ കാര്യം, മറ്റുള്ള വെറും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നാടിന്റെ പശ്ചാത്തല സൗകര്യങ്ങളും വരും തലമുറയുടെ വികസന സ്വപ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ജനവിധി എന്തായാലും അത് തൃത്താലയെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുന്നതിന് സഹായിക്കട്ടെ. നിങ്ങളുടെ ഓരോ വോട്ടും നാളെയുടെ തൃത്താലയെ നിർണ്ണയിക്കുന്നതിനുള്ള കരുത്താകട്ടെ.
പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.